എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയും കുറച്ച് വ്യത്യസ്തമായ ഒരു ടോപ്പിക്ക് തന്നെയാണ്. പ്രവാസികളെക്കുറിച്ചാണ്. പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. എന്നാൽ അവർ മാത്രമല്ല, അവരുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമൊക്കെ ഈ വീഡിയോ കാണേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും അത് സഹായിക്കും. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഒരാളെങ്കിലും പ്രവാസിയായിട്ടുണ്ടാവും. പ്രവാസ ജീവിതത്തെ അത്രയ്ക്കേറെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏറെയുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല വലിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഘടകവും തന്നെയാണ്. അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, പ്രവാസികളെക്കുറിച്ചും പ്രവാസ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറയാൻ, അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ പറയുവാൻ എനിക്ക് അർഹതയുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ടാകും. ഒരുപാട് വർഷക്കാലം ഒരു പ്രവാസിയായി ജീവിച്ച ഒരാളൊന്നുമല്ല, പക്ഷേ കുറച്ചു കാലമെങ്കിലും പ്രവാസിയായിട്ട് ജീവിക്കുകയും ആ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ അവസ്ഥകളെക്കുറിച്ച്, മാനസിക വൈകാരിക തലങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനുമൊക്കെ ആ കാലഘട്ടം എന്നെ സഹായിച്ചിട്ടുണ്ട്, ചെറുതാണെങ്കിലും. അന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ തിരിച്ചറിവുകളും തന്നെയാണ് പ്രവാസ ജീവിതത്തിൽ നിന്ന് പിന്നീട് ഉൾവലിഞ്ഞ് മറ്റൊരു മേഖലയിലേക്ക് ഞാൻ കടക്കാനുണ്ടായ കാരണവും. അതോടൊപ്പം പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ പ്രവാസിയായി ഒരുപാട് സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം എന്നില്ല. കാരണം അവർക്കുള്ളതല്ല ഈ വീഡിയോ. മറിച്ച് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ഒരു നിവൃത്തികേടിൻ്റെ പിൻബലത്തിൽ ഒരു പ്രവാസിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ജീവിതത്തിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെയുള്ള പ്രവാസികൾക്കുള്ളതാണ്. അങ്ങനെയുള്ള പ്രവാസികൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏറെയുമുള്ളത്. അല്ലാതെ എല്ലാ സൗകര്യങ്ങളുമുള്ള, എല്ലാ സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ച് കഴിയുന്ന പ്രവാസികൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന പ്രവാസികൾ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു ത്യാഗം എന്നതുപോലെ വലിയ ഉത്തരവാദിത്വം ചുമലിലേറ്റി നാട് കടന്നുപോയവരാണ്. അവിടെയാണ് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ആ രണ്ട് കാര്യങ്ങളും ജീവിതത്തിലെ വലിയ, വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ജീവിതകാലം മുഴുവൻ ഒരു പ്രവാസിയായി ജീവിതം ജീവിച്ചു തീർക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും നിങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ നിങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. എന്നെങ്കിലും ഒരു കാലം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുന്നൊരു പണമായിട്ട് നിങ്ങൾ ഒരു സ്വകാര്യമായിട്ട് അത് സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു അക്കൗണ്ടിലേക്ക് അത് മാറ്റിയാലും മതി. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പ്രധാനമായും പറയാനുള്ളത്. ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോവാതിരിക്കാൻ, ജീവിതത്തിൽ നിങ്ങൾ വലിയ തകർച്ചയിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും വീണു പോവാതിരിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഒരു പ്രവാസിയായി നിങ്ങൾ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരിക്കലും ഒരു പ്രവാസിയായി ജീവിക്കാൻ ആഗ്രഹിക്കരുത്. അത് പറയുന്നതിൻ്റെ കാരണം, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പോഴാണ് ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാവുക. നമുക്കറിയാം, ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷക്കാലം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു പ്രവാസിയായിട്ട് കഴിയുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അവനവൻ്റെ സന്തോഷങ്ങളും അവനവൻ്റെ ആഹ്ലാദങ്ങളും പൊട്ടിച്ചിരികളും ഒക്കെ അവിടെ മാറ്റി നിർത്തപ്പെടുകയാണ്. നാടോ വീടോ കുടുംബമോ ഒപ്പമില്ല. മക്കളുടെ വളർച്ചകൾ കാണാൻ അവരില്ല. പങ്കാളിയോടൊപ്പം ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളെ അനുഭവിക്കാൻ അവരില്ല. അച്ഛനമ്മമാരോടൊപ്പം സമയം ചെലവഴിക്കാൻ അവരില്ല. സുഹൃത്തുക്കളോടൊപ്പം വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, നാടിൻ്റെ ആഘോഷങ്ങളിൽ, നാടിൻ്റെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ, ഇതിനൊന്നും അവർക്ക് കഴിയാതെ പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നവരായിട്ട് പ്രവാസികൾ മാറുന്നുണ്ട്. പ്രവാസികളെ സംബന്ധിച്ച് പുറം കാഴ്ചകൾ വളരെ മനോഹരമാണ്. അവർ നാട്ടിലേക്ക് വരുമ്പോൾ ആ നിമിഷങ്ങളിലൊക്കെ അതിൻ്റെ സന്തോഷങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വീട് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലായിരിക്കും.
പക്ഷേ ഒരുപാട് ദിവസമൊന്നും അതിൻ്റെ ആഹ്ലാദങ്ങളും പൊട്ടിച്ചിരികളുമൊന്നും നിലനിൽക്കാറില്ല. പ്രവാസ ജീവിതം സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സുന്ദരമല്ല, പുറംകാഴ്ചകൾ പോലെ അത്ര സുന്ദരമല്ല. പല നഷ്ടങ്ങളും ഏറ്റുവാങ്ങിയിട്ട് കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി പലപ്പോഴും പ്രവാസികൾ മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ജീവിതത്തിൽ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ഒന്ന്, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരിക്കലും ഒരു പ്രവാസിയായി കഴിയരുത്. 2, ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു പങ്ക്, അത് എത്രയും ആവട്ടെ, 30,000-മോ 40,000-മോ 60,000-മോ 1 ലക്ഷമോ 1.5 ലക്ഷമോ 2 ലക്ഷമോ അതിൽ കൂടുതലോ എത്രയായിക്കഴിഞ്ഞാലും അതിൽ തരക്കേടില്ലാത്ത ഒരു പങ്ക് നിങ്ങൾ മാറ്റിവെക്കുക. പ്രവാസ ജീവിതം എന്ന് അവസാനിക്കുന്നുവോ അന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പണം ആവശ്യമായിട്ട് വരും. ഒന്ന് ഓർക്കുക, നിങ്ങൾ കുടുംബത്തിന് വേണ്ടി എത്ര വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇന്നലകളിൽ ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ജീവിതത്തിൽ യാതൊരുവിധ പ്രസക്തിയും ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന ചോദ്യത്തിനായിരിക്കും പ്രസക്തി ഉണ്ടാവുക. ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നിങ്ങൾ വെറും കൈയോടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ച് ദിവസം ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ ഒപ്പം ഇരിക്കാനും ചേർത്ത് പിടിക്കുവാനും ആളുകളുണ്ടാകും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്നേഹമോ പ്രതീക്ഷിക്കുന്ന അടുപ്പമോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും ലഭിക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് പക്ഷേ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യ മനസ്സിൻ്റെ സൈക്കോളജി അങ്ങനെയാണ്. പണത്തിന് ജീവിതത്തിൽ അത്രയ്ക്കേറെ പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒന്നോർക്കുക, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് കടന്നു വരുന്നത് ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ചെറിയൊരു വരുമാന മാർഗത്തിൻ്റെ ഒരു അവസ്ഥ, സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ആ മാറ്റിവെച്ച പണം അതിനു വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, അത് മറ്റാർക്കും കൊടുക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തെ പുതിയ രീതിയിലൊന്ന് പറിച്ചു നടാനുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒരു 10 വർഷക്കാലം നിങ്ങൾ പ്രവാസിയായി ജീവിച്ചു. അതിനുശേഷം നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ഒരു എമൗണ്ട് കയ്യിലുണ്ടാവണം. അതിനാണ് എല്ലാ മാസവും, 10 വർഷമെന്ന് പറയുന്നത് 120 മാസമാണ്. ഈ 120 മാസവും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ടായിരുന്നു? നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പണം മാറ്റേണ്ടതുണ്ടായിരുന്നു. അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിക്കാതെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് അത് മാറ്റേണ്ടത്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വിമർശനാത്മകമായിട്ട് ഒരു കാര്യം പറയാനുണ്ടാകും. അങ്ങനെ ഒരുപാട് വർഷക്കാലം സ്വരൂപിച്ചു കൂട്ടിയ ഒരു പണം കൊണ്ട് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ സാധ്യമല്ല എന്ന്, അതിനുള്ള അന്തരീക്ഷമോ സാഹചര്യമോ നമ്മുടെ നാട്ടിലില്ല എന്ന് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകൾ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, സ്വന്തമായി ജോലിയെടുത്തും പല കാര്യങ്ങൾ ചെയ്തും. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ കുറച്ച് ആളുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ടായി എന്ന് കരുതി അതിനെ പൊതുവൽക്കരിച്ചിട്ട് നമ്മുടെ സാധ്യതകളെ നമ്മൾ കാണാതെ പോകരുത്, നമ്മൾ ഇല്ലാതാക്കി കളയരുത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് താല്പര്യമുള്ള ഒരു മേഖല കണ്ടെത്തിയിട്ട് നമ്മുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞിട്ട് ആ പണം കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ നാട്ടിൽ ജീവിച്ച് തീർക്കാനാവും. നാടിൻ്റെ സന്തോഷവും നാടിൻ്റെ ആഘോഷങ്ങളും കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവും. അതുകൊണ്ട് നാട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവസരമുണ്ടാവില്ല എന്നോർത്തിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരിക്കലും ഒരു പ്രവാസിയാവരുത്. ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കാനുള്ളതല്ല, അവനവന് വേണ്ടി കൂടി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ആ ജീവിതം കുറെ കൂടി അർത്ഥപൂർണമാകുന്നതും മൂല്യമുള്ളതാകുന്നതും കുറെ കൂടി നിലവാരമുള്ളതാകുന്നതും. നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങളൊരു പ്രവാസിയായിട്ട് കഴിയുമ്പോൾ എവിടെയാണ് നിങ്ങൾക്കൊരു സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താനാവുക? പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പരാതി പറയും, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ് എനിക്ക് ജീവിക്കാൻ കഴിയാതെ പോയത്, ഞാൻ ശരിക്കും ജീവിതം ആസ്വദിച്ചിട്ടില്ല എന്നൊക്കെ. ആ സമയത്ത് സ്വയം കുറ്റം പറഞ്ഞിട്ടും മറ്റുള്ളവരെ പഴിചാരിയിട്ടൊന്നും ഒരു കാര്യവുമില്ല.
നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് എന്നത് മാത്രമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളതും. അതുപോലെ ഒരു പ്രവാസ ജീവിതം തുടങ്ങാൻ ആരംഭിക്കുന്ന ആളുകളോട് പറയാനുള്ളതും, ഒരു കുടുംബ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രവാസ ജീവിതം നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഞാനൊരു പ്രവാസിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരാളെ വിവാഹം കഴിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അതിനുള്ളിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നതൊക്കെ സമ്പാദിച്ചു വെച്ച് നാട്ടിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരിടം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതം കുറെ കൂടി മനോഹരമാക്കുവാനും അത് ആസ്വദിക്കുവാനും നിങ്ങൾക്ക് കഴിയും. നമ്മുടെ നാട്, ജനിച്ചു വളർന്ന നാടും വീടും കുടുംബവും, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളും ചെറുതല്ല. നമുക്ക് ചെറുതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യം നമ്മൾ തൊട്ടറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്നും ഓർമ്മയിലുണ്ടാവട്ടെ. ഒന്ന്, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരിക്കലും ഒരു പ്രവാസിയായി ജീവിക്കാതിരിക്കുക. രണ്ട്, നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പങ്ക് നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ മാറ്റിവെക്കുക. ജീവിതത്തിൽ അത് വലിയൊരു മുതൽക്കൂട്ടായിട്ട്, വലിയൊരു ആത്മവിശ്വാസമായിട്ട്, നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ ബിൽഡ് ചെയ്യാൻ. കാരണം എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ട് പണമില്ലെങ്കിൽ ഒരു വിലയും നിങ്ങൾക്ക് നൽകില്ല. ഇന്നലകളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനൊന്നും അവിടെ പ്രസക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് കയ്യിലുണ്ടാവണം. ഇത്രയും വർഷക്കാലം നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു പങ്ക് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ നാട്ടിലേക്ക് എപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് കടന്നു വന്നാലും നിങ്ങൾക്ക് വേണ്ടി സ്നേഹവും പരിഗണനയും ഒക്കെ നൽകാൻ ആളുകളുണ്ടാകും. നിങ്ങളോടൊപ്പം കൂടാൻ ആളുകളുണ്ടാകും. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആളുകളുണ്ടാകും. അല്ലെങ്കിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ്. എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇന്നലകളിൽ എത്ര വലിയ ത്യാഗം ചെയ്താലും ഇന്നൊന്നുമില്ലെങ്കിൽ അതിന് നമ്മൾ ആരും വില നൽകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു പ്രവാസ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ജീവിതത്തിൽ അത് നടപ്പിലാക്കണം. ജീവിതം ത്യാഗം ചെയ്യാൻ മാത്രമുള്ളതല്ല, അവനവന് വേണ്ടി ജീവിക്കുവാനും ആ ജീവിതത്തിൻ്റെ മനോഹാരിതയിൽ കുറെ കൂടി ആസ്വദിക്കുവാനുമൊക്കെ നമുക്ക് അർഹതയുണ്ട്. ആ തിരിച്ചറിവോടുകൂടി എല്ലാ പ്രവാസികൾക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാനാവട്ടെ. അതുപോലെ എല്ലാ പ്രവാസികൾക്കും ഒരു സമയമാകുമ്പോൾ എല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ നാടിൻ്റെ, കുടുംബത്തിൻ്റെ സന്തോഷങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും തിരിച്ചു വരാൻ എല്ലാവർക്കും കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.